മലയാളത്തിൻ്റെ അഭിമാന താരമാണ് മോഹൻലാൽ. മോഹൻലാൽ ബംഗ്ലാദേശിൽ ബന്ധുക്കളൊക്കെ ഉണ്ടാവും. ബന്ധുക്കളോ? ആരാധകരുണ്ടാവുമോ? കാരണം മോഹൻലാലിൻ്റെ സിനിമകൾ ബംഗ്ലാദേശിൽ കളിക്കുന്നതായിട്ട് നമുക്കറിയില്ല. ബംഗാളി ഭാഷയിലേക്ക് റീമേക്ക് ചെയ്തതായിട്ട് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ മോഹൻലാൽ ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച്, അത് ലെഫ്റ്റനന്റ് കേണൽ കൂടിയാണല്ലോ, അതെ, ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയുടെ. അപ്പോൾ അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂറിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് കണ്ട് 65,000-ഓളം ലൈക്സ് ഉണ്ട്. മോഹൻലാലിൻ്റെ മുമ്പത്തെ ഒരു പോസ്റ്റ് 12,000 ഒക്കെ ആയിരുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്തു. 24 മണിക്കൂർ കൊണ്ട് 12,000 ആയപ്പോൾ. ഏതായാലും ഈ പോസ്റ്റ് നമ്മുടെ ദേശസ്നേഹവുമായി ബന്ധപ്പെട്ട പോസ്റ്റ് ആയതുകൊണ്ട് മോഹൻലാലിൻ്റെ ദേശസ്നേഹത്തെക്കുറിച്ച് ചില ആൾക്കാർക്ക് ഇവിടെ സംശയമുണ്ട്. അവർ മോഹൻലാലിനെ വലിയ തോതിൽ ആക്രമിക്കുകയൊക്കെ ചെയ്തു, മറ്റേ എമ്പുരാൻ സിനിമയെ ബന്ധപ്പെട്ടു. അപ്പോൾ ഈ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് ഞാൻ നോക്കുമ്പോൾ കളിയാക്കി ചിരിക്കുന്ന 325 സ്മൈലീസ് ഉണ്ട്. കളിയാക്കി അങ്ങനെയാണല്ലോ. നമ്മളിപ്പം പഹൽഗാമിൽ ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടപ്പോൾ ചിരിക്കുന്ന ഇമേജ് ഇട്ട്, ആ ഇമേജ് ഇട്ട ആളുകളുടെ പേര് കാണാം. ആ പേരുകൾ നമുക്ക് പറയണ്ട, ആൾക്കറിയാം. പക്ഷേ മോഹൻലാലിൻ്റെ ഈ പോസ്റ്റ്, അതായത് പഹൽഗാമിൽ പ്രതികാരമായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് ആ സിന്ദൂർ എന്നുള്ള ആ ഒരു കാർഡ് ഉണ്ടല്ലോ, ഇന്ത്യൻ ആർമി പോസ്റ്റ് ചെയ്ത ആ കാർഡ്, ആ പോസ്റ്റർ മോഹൻലാൽ പോസ്റ്റ് ചെയ്തതിൻ്റെ താഴെ കമൻറ്റ് ചിരിക്കുന്ന ഇമോജി ഇട്ട ചില ആളുകളുടെ പേര് ഞാൻ പറയാം, വായിക്കാം. അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ, നിങ്ങൾ പ്രേക്ഷകർക്ക് നോക്കാം, ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. ഒന്ന് ഷൊഹറാബ് ഹസൻ, നസിർ ഗഡി, ധാക്ക, ബംഗ്ലാദേശ്. അടുത്ത ആളുടെ പേര് ഇമ്മാനുൽ ഹക്ക് ഷക്കീൽ, അയാളും ബംഗ്ലാദേശിയാണ്. എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് ബംഗാളിയിൽ, എനിക്ക് വായിക്കാൻ അറിയാൻ വയ്യ. അടുത്ത സുജോയ് അഹമ്മദ് റിയൽ, അയാളും ബംഗ്ലാദേശിയാണ്, ഫോട്ടോയൊക്കെ ഉണ്ട്. അടുത്തത് പിയേഷ് അഹമ്മദ്, ഇത് അസറ്റിക് വാരിയർ, അയാൾ ജനതാ ബാങ്ക് PLCയിൽ ഉണ്ടായിരുന്നു, ബംഗ്ലാദേശിയാണ്. സഹിദുൽ അമീൻ ലിവ്സ് ഇൻ പാബ്ന, ചിറ്റഗോങ്, ബംഗ്ലാദേശ്. ഇങ്ങനെ കുറേ ആളുകളുടെ ചിരിക്കുന്ന ഇമോജി നമ്മളവിടെ തിരിച്ചടിച്ചു എന്ന് പറഞ്ഞപ്പോൾ കളിയാക്കി ചിരിക്കുന്ന കുറേ ഇമോജി. ഇനിയിപ്പോൾ പേര് എല്ലായിടത്തും നോക്കുന്നില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഷാഹിൻ, അബു സലേഷ്, MD നസീം, മുഹമ്മദ് നസീം, റബീൽ സഫാർ, അബ്ദുള്ള അൽ ഫുഹദ്, സമീർ, ഷഹിദുൽ അമീൻ, ഇങ്ങനെ പോകുന്നു പേരുകൾ. ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ നടനായ മോഹൻലാലിന് ചിലപ്പോൾ ലോകത്തെമ്പാടും ആരാധകരുണ്ടാവും. നല്ല കാര്യം, നമുക്ക് അഭിമാനമാണ് മോഹൻലാലിന് ലോകത്തെമ്പാടും ആരാധകർ ഉണ്ടാവട്ടെ. അദ്ദേഹം ഒരു വിശ്വ നടനായ ദ കംപ്ലീറ്റ് ആക്ടർ. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഓസ്കാർ അവാർഡ് വരെ കിട്ടാൻ അർഹതയുള്ളൊരു നടനാണ്, ഒരു തർക്കവുമില്ല. മോഹൻലാൽ മലയാളിയുടെ ഒരു വികാരം, മലയാളി എപ്പോഴും കൗതുകത്തോടെ നോക്കുന്ന രണ്ട് കാര്യങ്ങൾ, എത്ര കണ്ടാലും മതിവരാത്ത രണ്ട് സാധനങ്ങൾ, കടലും ആനയുമാണെന്ന് പറയാറുണ്ട്. അതുപോലെ ഇപ്പോൾ മലയാളികൾ എത്ര കണ്ടാലും മതിവരാതെ നോക്കുന്നത് ഒന്നുകൂടിയുണ്ട്, അത് മോഹൻലാലും കൂടെയാണ്. മോഹൻലാലിനെ എത്ര കണ്ടാലും മലയാളിക്ക് മതിവരില്ല. അത്രത്തോളം മോഹൻലാലിനെ സ്നേഹിക്കുന്നവരായിരുന്നു എന്നുകൂടി പറയണം. കുറേ പേർക്ക് ആ സ്നേഹം പോയി. കാരണം എമ്പുരാൻ സിനിമയെക്കുറിച്ചാണ്. സിനിമയെ തുടർന്ന് മോഹൻലാലിനെ ഇങ്ങനെ അന്ധമായി ഭ്രാന്തമായി സ്നേഹിച്ചിരുന്ന കുറേ ആളുകൾക്ക് ആ സ്നേഹം പോയി. പക്ഷേ അങ്ങനെയുള്ള മോഹൻലാൽ ബംഗ്ലാദേശികളിൽ നിന്ന് ഇത്രത്തോളം ഫോളോവേഴ്സ്, അല്ലെങ്കിൽ മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ബംഗ്ലാദേശിൽ ഇരിക്കുന്ന ആളുകളുടെ ഫീഡിൽ വന്നാലല്ലേ അവർക്ക് ലൈക്ക് ചെയ്യാൻ പറ്റുള്ളൂ? അത്രേ പറ്റുള്ളൂ അല്ലേ? സിനു എൻ്റെ ഒരു പോസ്റ്റ് കാണണമെങ്കിൽ സിനുവിൻ്റെ ഫീഡിൽ എൻ്റെ പോസ്റ്റ് വരണം. അതെ. അപ്പോൾ ഒന്നെങ്കിൽ സിനുവിൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കണം, അല്ലെങ്കിൽ സിനു ലൈക്ക് ചെയ്യുന്നവരായിരിക്കണം, ഞാൻ ഫോളോ ചെയ്യുന്നവർ. അപ്പോൾ മോഹൻലാൽ ഈ ബംഗ്ലാദേശികളെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. മോഹൻലാൽ മനസ്സറിഞ്ഞിട്ടുള്ള കാര്യമല്ല. ഇതിനകത്ത് മോഹൻലാൽ നിരപരാധിയാണ്. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ ആലോചിക്കണം, മോഹൻലാലിന് എന്നു മുതലാണ് ഈ ബംഗ്ലാദേശി ആരാധകർ ഉണ്ടായത്? എമ്പുരാന് ശേഷമാണോ? എമ്പുരാന് മുമ്പ് മോഹൻലാലിന് ഇതുപോലെ മോഹൻലാലിൻ്റെ പോസ്റ്റുകൾക്ക് താഴെ ബംഗ്ലാദേശിൽ നിന്നുള്ള കമൻസ് കാണുന്നില്ല. ഞാൻ ഒരുപാട് കമൻസ് തോന്നുന്നില്ല, എല്ലാം നോക്കാൻ സമയമില്ല. വളരെ സ്മൈലി ഇഷ്ടം പോലെ, അത് കമൻറ്റ് തന്നെയാണ്, ഒരാളുടെ പ്രതികരണമാണ്. എന്നു മുതലാണ് മോഹൻലാലിന് ബംഗ്ലാദേശിൽ മുസ്ലിംസിൻ്റെ കമൻസ് അല്ലെങ്കിൽ ലൈക്സ് വന്നു തുടങ്ങിയത്? അത് എമ്പുരാന് ശേഷമാണെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. എന്തോ ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പമെന്നറിയാമോ? മോഹൻലാൽ എന്ന് പറഞ്ഞ ഇന്ത്യയിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഒരു നടനുണ്ട്. ബംഗ്ലാദേശികൾക്ക് മുഴുവൻ കേരളം അറിയായിരിക്കും, കാരണം എല്ലാവരും വന്ന് ഇവിടെ പൊറുക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ട്, അവിടെ ഒരു നടനുണ്ട്, അവിടെ ഒരു സിനിമ വന്നു. അത് നമ്മുടെ വിശുദ്ധ യുദ്ധത്തെക്കുറിച്ച്, ജിഹാദിനെ കുറിച്ച് പറയുന്ന സിനിമയാണ്. നമ്മുടെ ഹാഫിസ് സയ്യിദിനെയും
മസൂദിനെയും ഒക്കെ വെള്ള പൂശുന്ന, ലഷ്കറിനെയും JEM-നെയും ഒക്കെ വെള്ള പൂശുന്ന ഒരു സിനിമയാണ്. നമ്മൾ ആലോചിക്കുന്ന പോലെ ലോകത്ത് ക്രിസ്ത്യാനിറ്റിയെയും ഹിന്ദുക്കളെയൊക്കെ നശിപ്പിച്ച് ഇസ്ലാമിക ഭരണം വരണമെന്ന് ഭംഗ്യന്തരേണ പറയുന്ന ആശയമുള്ളൊരു സിനിമയാണ്. അത് ഈ കേരളത്തിൽ വലിയ വിവാദമായിട്ടുണ്ട് എന്ന് ബംഗ്ലാദേശി സഹോദരന്മാർക്ക് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉണ്ടാവണമല്ലോ. എന്നിട്ട് അവർ മനഃപൂർവ്വം മോഹൻലാലിനെ ലൈക്ക് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ മോഹൻലാൽ ലൈക്ക് ചെയ്താൽ അവരുടെ ഫീഡിൽ മോഹൻലാൽ ചെല്ലും. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല, എങ്ങനെ ഇവരുടെ ഫീഡിൽ മോഹൻലാൽ വരുന്നു എന്നുള്ളതൊരു വാലിഡ് ക്വസ്റ്റ്യൻ. അതിന് പിന്നിൽ എന്തോ ഒരു കളി നടന്നിട്ട് എന്തോ ഒരു ഓപ്പറേഷൻ ഉണ്ട്. അല്ലെങ്കിൽ എങ്ങനെ പാകിസ്ഥാനിൽ നിന്നില്ല, ഇനി ചൈനയിൽ നിന്ന് വന്നാലും മനസ്സിലായി. ചൈനയിലൊക്കെ മോഹൻലാലിൻ്റെ സിനിമ കാണിക്കാറുണ്ടെന്ന് പറയുന്നു. എമ്പുരാൻ പോയിട്ടുണ്ട് ചൈന, എനിക്കറിയാൻ വയ്യ. ലോകം മുഴുവൻ വേറെ ഒരു രാജ്യത്തൊന്നുമില്ല. എങ്ങനെയാണ് ഇത്രയും ബംഗ്ലാദേശികൾ മോഹൻലാലിൻ്റെ ഫീഡിൽ വന്ന് കമൻ്റ് അടിക്കുന്നത്, ലൈക്ക് അടിക്കുന്നത് ആലോചിക്കണം. ചിലപ്പോൾ പറയാം അത് മോഹൻലാലിനൊന്നും അറിയില്ല, ഇപ്പോൾ അത് മോഹൻലാലിൻ്റെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണെന്ന് പറയാം. എന്നാലും ഒരു പ്രശ്നമുണ്ട്. ഈ മോഹൻലാലിൻ്റെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എങ്ങനെ ബംഗ്ലാദേശിൽ പോകുന്നു? സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നടത്തി ഒരു മറുപടി പറയണം. അപ്പോൾ അത്ര നിഷ്കളങ്കമൊന്നുമല്ല. ഇപ്പോൾ ഏതായാലും ഞാൻ പറയുന്നത്, അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഈ നമുക്ക് മോഹൻലാലിൻ്റെ സിനിമകൾ കേണൽ മഹാദേവൻ, കീർത്തിചക്ര, ആ സിനിമയൊക്കെ ഒന്ന് വലിയ ആവേശമായിരുന്നല്ലോ. അതുപോലെ അബ്രഹാം ഖുറേഷിയുടെ കഥാപാത്രം ചെയ്തപ്പോൾ അത് കണ്ട് ആവേശം പൂണ്ട ബംഗ്ലാദേശികൾ മോഹൻലാലിനെ ഫോളോ ചെയ്യുന്നതായിരിക്കാം. അത്ര നിഷ്കളങ്കമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം ഞാൻ കളിയാക്കി പറഞ്ഞത് നമ്മൾ പറയുന്നത് ഇപ്പോൾ അതിനകത്ത് ആ ക്യാരക്ടർ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ, ആ പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന്റെ പേര് കൺഫേം ആയിട്ടില്ല, എന്നാലും കറക്റ്റ് കണക്ഷൻ അല്ലേ? അപ്പൊ ഇത് അന്ന് പറഞ്ഞപ്പോൾ അന്ന് ആ പറഞ്ഞവരെയൊക്കെ ഓടിച്ചിട്ടടിക്കാനും കളിയാക്കാനും ഒക്കെ ആൾക്കാർ വന്നു. ഇപ്പൊ സത്യമായിട്ട് കാര്യങ്ങൾ പുറത്തു വരികയും ഈ ഓപ്പറേഷന്റെ കാര്യങ്ങൾ ഇന്ത്യൻ ആർമി ഇതാണ് ചെയ്തതെന്ന് വരികയൊക്കെ ചെയ്യുമ്പോൾ സയ്യിദ് മസൂദ് എന്നാണ് പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്. അതെ, അപ്പൊ നമ്മൾ ഈ കേൾക്കുന്ന പേരുമായിട്ടൊക്കെ വെച്ച് നോക്കും, രണ്ടുപേരുടെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ തലയ്ക്ക് വില കൊടുത്തിട്ടുള്ള 2 ഭീകരന്മാരുടെ പേരിന്റെ ഭാഗം എടുത്തുണ്ടാക്കിയ പേരാണ്. അന്നത് പറഞ്ഞപ്പോൾ പറഞ്ഞവരെ കളിയാക്കി, നിങ്ങൾ എന്തോ യാദൃച്ഛികമായിട്ട് അങ്ങനെ പേര് വന്നാണ്. യാദൃശ്ചികമൊന്നുമല്ല, അത് എല്ലാവർക്കും ബോധ്യമായി, മനഃപൂർവ്വം ചെയ്താണ്. അന്ന് മോഹൻലാലിന് ചിലപ്പോൾ ഒരു പക്ഷേ അന്ന് ഇഷ്ടപ്പെട്ട് കാണില്ല. നമ്മൾ കണ്ടിരുന്നു പ്രിവ്യൂ കണ്ടിട്ട് ഇറങ്ങി വന്നപ്പോൾ മുഖമൊക്കെ വീർപ്പിച്ച് ആരോടും പ്രതികരിക്കാത്ത രീതിയിൽ. ഇപ്പോൾ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായി കാണും. ഇപ്പൊ ഈ ഇതുകൂടെ വന്നു കഴിയുമ്പോഴേ എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം മോഹൻലാലിന് ബോധ്യമായിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ പരസ്യമായിട്ട് പറയണം. മോഹൻലാൽ പറയണം എനിക്ക് തെറ്റുപറ്റിപ്പോയത്. മോഹൻലാൽ അന്ന് ഖേദം, എന്നെ ഇഷ്ടപ്പെടുന്ന ചിലർക്ക് വേദന ഉണ്ടായതായി പറയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ആ ഒരു ഖേദം വന്നത്. ആ ഖേദം പോലും അത്ര നിഷ്കളങ്കമൊന്നും ആയിരുന്നില്ല. പിന്നെ ഈ സിനിമയെ സംബന്ധിച്ച് ആ സിനിമയെക്കുറിച്ച് നമ്മൾ വീണ്ടും ഒരുപാട് നമ്മൾ ചർച്ച ചെയ്യും. പക്ഷേ അത് മോഹൻലാലിന് ഉണ്ടാക്കിയ ഒരു ഡാമേജ് വീണ്ടും കൂടുക. കാരണം ഇപ്പൊ വീണ്ടും ലഷ്കർ ഇ തൈബ ആണ് പഹൽഗാമിലെ ആക്രമണം നടത്തിയത്. അതിന്റെ പിന്നിൽ ഹാഫിസ് സയ്യിദ് ആവുന്നു വരുന്നു. ഇങ്ങനെ ഓരോ പേരുകളും വരുമ്പോൾ ഈ ലഷ്കർ ഇ തൈബയുടെ ട്രെയിനിങ് കിട്ടിയ ആള് മോഹൻലാലിന്റെ സന്തത സഹചാരിയാവുന്ന ഒരു കഥാപാത്രമായിട്ട് വരുന്നു. എന്നിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് മോഹൻലാൽ പ്രതികാരം ചെയ്യാൻ അല്ലല്ല, നിനക്ക് പ്രതികാരം ചെയ്യേണ്ടേടാ, ഹിന്ദുക്കളെ കൊല്ലണ്ടേടാ എന്ന് പറഞ്ഞ് മോഹൻലാൽ പറഞ്ഞു വിടുക. തോക്കെടുത്ത് കൊടുക്കുകയാണ്. അബ്രഹാം ഖുറേഷി എന്ന് എഴുതിയിരിക്കുന്ന തോക്കെടുത്ത് വെടുക്കടാ വെടി എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ ചെയ്തു. പക്ഷെ മോഹൻലാൽ പറയുന്നത് എന്തായാലും എനിക്ക് ആ മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ ഒരു ഖുറേഷി എന്നല്ലേ. പക്ഷെ അതൊന്നും അല്ല ഖുറേഷി. നമുക്കുണ്ട് ഒന്നാന്തരം ഖുറേഷി, സോഫിയ ഖുറേഷി, വ്യോമ സിംഗ്, 2 പട്ടാളക്കാരികൾ ഇന്ന് പത്രസമ്മേളനം നടത്തി. മോഹൻലാലിന്റെ അബ്രഹാം ഖുറേഷി അല്ല, സോഫിയ ഖുറേഷി. അഭിമാനത്തോടെ നമ്മൾ പറയും. ആ സോഫിയ ഖുറേഷിയുടെ നേതൃത്വത്തിലാണ് നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ കൊടും ഭീകരർക്ക് നേരെ പാകിസ്ഥാനിൽ കടന്നുകയറി ഇന്ത്യ ആക്രമണം നടത്തിയത്. എന്നിട്ട് അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, പ്രിയപ്പെട്ട മോഹൻലാൽ, അബ്രഹാം ഖുറേഷിയുടെ പേരിൽ നിങ്ങൾ ഉപയോഗിച്ച വാലല്ല, അഭിമാനിയായ ഇന്ത്യക്കാർ സോഫിയ ഖുറേഷി നമുക്കുണ്ട്. നിങ്ങളുടെ കഥാപാത്രം ബംഗ്ലാദേശികൾക്കുള്ളതാണ്. അതുകൊണ്ടാണ് അവരിപ്പോ ഈ ചിരിയുമായിട്ട് വരുന്നത്. അത് മോഹൻലാലിന് മനസ്സിലാക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് മോഹൻലാലിന്റെ ഈ ഫീൽഡില് എങ്ങനെ ഈ ബംഗ്ലാദേശികൾ വരുന്നുവെന്ന് നമ്മുടെ രാജ്യത്തെ സുരക്ഷാ ഏജൻസികൾ പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഈ സിനിമയുമായി ബന്ധപ്പെട്ട അല്ലെ അതിന്റെ പൈസ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പുറത്തു വരും. അപ്പൊ ഈ കണക്ഷൻ ഈ ഒടുവിൽ കാശ്മീരിലേക്കോ പൽഗാമിലേക്കോ അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്കോ മോഹൻലാൽ നിരപരാധിയാണ് ആയിരിക്കാം. മോഹൻലാലിന്റെ കമ്പനിയിലേക്ക് വന്ന ആളുകൾ കുറച്ചുപേര് നിഷ്കളങ്കരല്ലോ. തീർച്ചയായും മോഹൻലാൽ ഇപ്പൊ ഇന്ത്യ വിരുദ്ധനാണെന്നോ അല്ലെങ്കിൽ തീവ്രവാദികളെ അനുകൂലിക്കുന്ന ആളാണെന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല. പക്ഷെ മോഹൻലാലിനെ മുന്നിൽ നിർത്തി
മോഹൻലാലിനെ മുന്നിൽ നിർത്തി ചില ആളുകൾ കളിച്ചതാണ്. മോഹൻലാലിൻ്റെ ഒരു ഇമേജിൻ്റെ വെളിച്ചത്തിൽ ചില ആളുകൾക്ക് മോഹൻലാലിൻ്റെ തോളിൽ കയറി വലുതാകാൻ നടത്തിയ നാടകം ഇതിനകത്ത് ഒരുപാടുണ്ടായിരുന്നു. പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഒരു നടന്, ഇതിൻ്റെ സംവിധായകന് ഒരു പാൻ ഇന്ത്യ നടനായി മോഹൻലാലിൻ്റെ ചെലവിൽ വിലസാൻ കിട്ടുന്ന ഒരു അവസരം എന്ന തരത്തിൽ ഉപയോഗിച്ചു. പിന്നെ അയാൾ മുൻകാലങ്ങളിലൊക്കെ എടുത്തിട്ടുള്ള നിലപാടറിയാം. ഇപ്പോൾ ഇതുവരെ മോഹൻലാൽ എത്ര ഒരു ഈ ഓപ്പറേഷൻ സിന്ദൂർ തന്നിട്ട് ഉണ്ണി മുകുന്ദൻ, മമ്മൂട്ടി, മോഹൻലാൽ, ജോയി മാത്യു, ഇത്രയും പേരൊക്കെ അതിനെ പ്രതികരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ നൊന്തു. ടൊവിനോയെ കണ്ടില്ല, മറ്റേ കുഞ്ചാക്കോ ബോബനെ കണ്ടിട്ടില്ല. ഈ സേവ് ലക്ഷദ്വീപിന് വേണ്ടി കൈവക്കിയവരൊന്നും വന്നില്ല. എന്തുകൊണ്ടാണ് അപ്പൊ രാജ്യസ്നേഹം ഇല്ലാത്ത സേവ് ലക്ഷദ്വീപിന് വന്നവർ? ദുൽഖർ സൽമാൻ. ഞാനോട് സേവ് ലക്ഷദ്വീപിന്റെ ഒരു നായിക ഉണ്ടല്ലോ, സിനിമാ താരത്തിന്റെ ഞാൻ അതാ ഞാൻ ഇച്ഛയെ വെച്ചത്. സിനിമക്കാരെ കുറിച്ച് പറയുമ്പോൾ സിനിമക്കാരെ കുറിച്ച് വരുമ്പോൾ സിനിമക്കാരെ കുറിച്ച് പറയണം. അപ്പൊ അത്തരത്തിലുള്ള ഈ പറയുന്ന ദുൽഖർ സൽമാനെ ഒന്നും നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്? പക്ഷെ മറ്റൊരു രാജ്യത്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഇപ്പൊ ഇസ്രായേലിലാണ് ഒരു സംഭവം നടക്കുന്നത്. എത്ര ഇസ്രായേലിലെ ഒരു ദേശസ്നേഹമുള്ള ആളുകളുടെ പ്രതികരണമായിരിക്കും വരേണ്ടത്. സാംസ്കാരിക നായികയായ എച്ചുബുക്കുട്ടി എന്ന് പറയുന്ന ഒരു സാംസ്കാരിക നായിക ഉണ്ടല്ലോ. പണ്ട് എൻ്റെ ഒരാളെ കുറിച്ച് ഒരു ആക്ഷേപമൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ആരോ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമൊക്കെ ഉണ്ടായി, കേസും പുക്കാറും ഒക്കെ വന്ന ആ പുള്ളിക്കാരി ഇതൊന്നും ശരിയല്ല, ഇതല്ല മറുപടി, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, സിന്ദൂരം ഒന്ന് പേരിട്ടത് എൻ്റെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആണല്ലേ? ശരിക്കും സിന്ദൂരം നല്ലത് പിന്നെ എന്താ അറബി വാക്കുകളിലൂടെ ആയിരിക്കാം. ഏതായാലും നമുക്ക് അബ്രഹാം ഖുറേഷിയെ ഇഷ്ടപ്പെടുന്നവർ ബംഗ്ലാദേശിലുണ്ട്, അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ നമ്മൾ സോഫിയ ഖുറേഷിയുടെയും വ്യോമ സിംഗിൻ്റെയും കൂടെയാണ്. കാരണം അവർ നമ്മുടെ രാജ്യത്തിൻ്റെ മക്കളാണ്. ഏതായാലും മോഹൻലാലിന് ആഗോള താരമാവട്ടെ, യൂണിവേഴ്സൽ സ്റ്റാറായി വളരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ. കാരണം നേരത്തെ പറഞ്ഞ കടലും ആനയും കഴിഞ്ഞാൽ പിന്നെ മോഹൻലാലാണ് നമുക്ക് വളരെ ഇഷ്ടമുള്ള, മലയാളിക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഒരു സംഭവമാണ്. ഒരു മുഖം, ഒരു മോഹൻലാൽ ഒരു സംഭവമാണെന്നേ. ആ മോഹൻലാലിൻ്റെ ഓരോ രോമത്തിലും നടനമുണ്ട്. മോഹൻലാൽ ഇട്ടിരിക്കുന്ന ഷർട്ട് വരെ ചിലപ്പോൾ അഭിനയിക്കും, അല്ലേ? ഇത്രയും ശേഷിയുള്ള പ്രതിഭയുള്ള ഒരു നടനില്ല. ആ നടൻ എന്താണ് പറ്റിയതെന്ന് വല്ലപ്പോഴും മോഹൻലാൽ കണ്ണാടി നോക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മുഖം നോക്കുന്നു, പക്ഷെ മനസ്സിന് നേരെ ഒരു കണ്ണാടി പിടിക്കണം. പക്ഷേ ഇതെന്തുകൊണ്ട് പ്രിയപ്പെട്ട മോഹൻലാൽ ആലോചിക്കണം. അങ്ങയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് താഴെ എവിടെ നിന്ന് എങ്ങനെ ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ വരുന്നു എന്ന് അങ്ങ് സ്വയം ആലോചിക്കണമെന്ന് പറയാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അതിൻ്റെ എങ്ങനെ വരുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടവരൊക്കെ അന്വേഷിക്കട്ടെ.